മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സാഗറിനെ വിവാഹം ചെയ്യാൻ പോകുന്നതിൽ മഞ്ജുവിനോട് വളരെ നീരസം തോന്നുകയാണ് നമ്മുടെ കണ്ണനിക്കും മഹാലക്ഷ്മിക്കും. കണ്ണൻ പറയുന്നുണ്ട്, എന്നാലും ഇവൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നുന്നു, സാഗർ എങ്ങനെയാണ് ഇവളുമായിട്ട് പരിചയപ്പെട്ടത്, മാർക്കോയും സാഗറും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ അങ്ങനെ നൂറ് സംശയങ്ങൾ അവരുടെ ഇടയിൽ വരുന്നുണ്ട്. മേഘനാഥൻ്റെ സ്വഭാവം അവൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വഴി അവൾ തിരഞ്ഞെടുത്തതെന്നെല്ലാം മഹാലക്ഷ്മി പറയുന്നുണ്ട്. പക്ഷേ കണ്ണൻ പറയുന്നു, മേഘനാഥനെക്കാട്ടിയും ഏറ്റവും അപകടകാരിയാണ് ഈ സാഗറും. എന്നിട്ട് അവനെ തന്നെ വീണ്ടും അവൾ വിവാഹം ചെയ്യാൻ എന്തുകൊണ്ട് ഒരുങ്ങി, എന്താണ് അവനിൽ കണ്ട ഒരു ക്വാളിറ്റി എന്നൊക്കെ ഇങ്ങനെ കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് മാർക്കോ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മഹാലക്ഷ്മിയും കണ്ണൻ സാറും എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെന്നെത്തുന്നതിന് മുമ്പേ തന്നെ അവരുടെ രജിസ്റ്റർ വിവാഹം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും മഹാലക്ഷ്മിയും കണ്ണനും ആകെ ഷോക്കായി നിൽക്കുന്നു. കണ്ണൻ പറയുന്നുണ്ട്, എന്നാലും ഇങ്ങനെയൊന്നും ഞങ്ങളോട് ചെയ്യാൻ പാടില്ലായിരുന്നു, എത്ര വന്നാലും അവളെൻ്റെ പെങ്ങളല്ലേ, എന്നോടൊരു വാക്കും മിണ്ടാതെ എന്തിനാണ് ആ സമ്മതം മൂളിയിട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മാർക്കോ പറയുന്നുണ്ട്, സാഗർ നല്ലവനാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ അവരെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ കണ്ണൻ സാറ് വിശ്വസിക്കണം, ഏതൊരാൾക്കും ഒരു തെറ്റ് പറ്റിയിട്ട് അതിലോട്ട് നന്നായി വരാൻ ശ്രമിക്കുമ്പോഴേക്കും നമ്മൾ അതിന് സമ്മതിക്കുകയല്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് സാഗറിനൊരു അവസരം കൂടി കൊടുക്കുക, സാഗർ അവളെ പൊന്നുപോലെ നോക്കിക്കോളും. കണ്ണൻ സാറിൻ്റെ ഒരു സ്വത്ത് കണ്ടിട്ടുമല്ല സാഗർ മഞ്ജുവിനെ വിവാഹം ചെയ്യാൻ ഒരുങ്ങിയത്. അവൻ എന്തെങ്കിലും ജോലി എടുത്തുകൊണ്ട് മഞ്ജുവിനെ പോറ്റിക്കോളാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സാർ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, സാറിൻ്റെ പെങ്ങളെ അവൾ പൊന്നുപോലെ നോക്കിക്കോളും എന്ന് പറയുന്നുണ്ട്. പക്ഷേ മാർക്കോ എന്തെല്ലാം പറഞ്ഞാലും എനിക്കിത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്കും എന്നെപ്പോലെ തന്നെ മഹാലക്ഷ്മിക്കും സാഗറിൻ്റെ സ്വഭാവം നന്നായിട്ട് മനസ്സിലായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്ക് പേടി, ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം പറയുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മാർക്കോ പറയുന്നുണ്ട്, കണ്ണൻ സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, സാഗർ അവളെ പൊന്നുപോലെ നോക്കിക്കോളും, അതെനിക്ക് ഉറപ്പാണെന്നുള്ള കാര്യം സത്യമാണ്. അതുകൊണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങൾ രണ്ടുപേരും എന്ന് മാർക്കോ പറയുന്നുണ്ട്. പിന്നീട് അവിടെ നിന്നും പോകുന്ന മാർക്കോനെ കാത്ത് മേഘനാഥൻ വഴിയരികിൽ തന്നെ നിൽക്കുന്നു. അങ്ങനെ മേഘനാഥൻ മാർക്കോനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അപ്പോഴേക്കും മാർക്കോ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എന്നെ തടഞ്ഞു നിർത്തുന്നത്, എൻ്റെ വഴി തടയാൻ നിനക്ക് എന്ത് അവകാശം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മേഘനാഥൻ പറയുന്നു, എന്തവകാശമെന്നോ, നീ എൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയില്ലേ, മര്യാദയ്ക്ക് എൻ്റെ ഭാര്യ എവിടെയാണെന്ന് പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട്. നിൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് മാർക്കോ പറയുന്നുണ്ട്. അപ്പോഴേക്കും മേഘനാഥൻ പറയുന്നുണ്ട്, മഞ്ജു നിൻ്റെ ബൈക്കിൻ്റെ പിറകിലിരുന്ന് പോകുന്നത് ഞാൻ കണ്ടല്ലോ, മര്യാദക്ക് നീ സത്യം പറയുമെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോയുടെ കഴുത്തിൽ കയറി പിടിക്കുന്നുണ്ട് മേഘനാഥൻ. നിൻ്റെ ഭാര്യ മറ്റൊരുത്തൻ്റെ പെണ്ണായി കഴിഞ്ഞെന്ന് മാർക്കോ പറയുന്നത് കേൾക്കുമ്പോഴേക്കും മേഘനാഥൻ പറയുന്നുണ്ട്, നീ കാര്യങ്ങളെല്ലാം വഴിതിരിച്ചു വിടാനാണ് ശ്രമിക്കുന്നത്, മര്യാദയ്ക്ക് എൻ്റെ പെണ്ണ് എവിടെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മാർക്കോ പറയുന്നുണ്ട്, നിൻ്റെ പെണ്ണിനെ ഇപ്പോൾ വേറൊരുത്തൻ വിവാഹം ചെയ്ത് കഴിഞ്ഞു, നിനക്ക് പറ്റുമെങ്കിൽ പോയി നിരീക്ഷിക്കടാമെന്ന് പറയുന്നുണ്ട്. എന്നോടുള്ള ദേഷ്യം നീ തീർക്കേണ്ടത് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളോടല്ല, മര്യാദയ്ക്ക് സത്യം പറയടാ എന്ന് പറഞ്ഞുകൊണ്ട് മേഘനാഥൻ വീണ്ടും അടിക്കാൻ ശ്രമിക്കുന്നുണ്ട് മാർക്കോനെ. അപ്പോഴേക്കും മാർക്കോ പറയുന്നുണ്ട്, നീയല്ല ഞാനെന്ന് നീ ഓർത്തോണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോഴേക്കും ഒരു ഗുണ്ട വന്ന് മാർക്കോനെ തല്ലി വീഴ്ത്തുന്നുണ്ട്. അങ്ങനെ അവിടെ ചെറിയൊരു ഫൈറ്റ് തന്നെ നടക്കുന്നു. സത്യം പറയാതെ നീ ഇവിടെ നിന്ന് പോകാമെന്ന് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോനെ ഒരു തോക്കെടുത്ത് ചൂണ്ടുന്നുണ്ട് മേഘനാഥൻ. അങ്ങനെ മേഘനാഥൻ്റെ പിടിയിൽ നിന്നും മാർക്കോ രക്ഷപ്പെടുമോ ഇല്ലേ എന്നുള്ളത് അടുത്ത എപ്പിസോഡിലാണ് നമുക്കറിയാൻ കഴിയുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം.